നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അത് പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ ലോകം പൊതുവെ ചർച്ച ചെയ്യുന്നത് കരയിലും ആകാശത്തുമുള്ള സൈനിക നീക്കങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ആധുനിക യുഗത്തിൽ ഒരു രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സമുദ്രത്തിനടിയിലെ അദൃശ്യമായിട്ടുള്ള വാർത്താവിനിമയ ശൃംഖലകൾ കേൾക്കുന്ന ആഘാതമായിരിക്കും. പേർഷ്യൻ ഗൾഫിൻ്റെയും അതോടൊപ്പം തന്നെ ചെങ്കടലിൻ്റെയും ഒക്കെ തന്നെ ആഴങ്ങളിൽ കിടക്കുന്ന ആയിരക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള ഒപ്റ്റിക് ഫൈബർ കേബിളുകൾ, അവ ലോകത്തെ ഇൻ്റർനെറ്റ് സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലാണ്. ഈ കേബിളുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കവും അത് കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോളതലത്തിൽ വലിയൊരു ഡിജിറ്റൽ തകർച്ചയ്ക്കാണ് വഴിമരുന്നത്. യുദ്ധമെന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് വിമാനങ്ങളിൽ നിന്നുള്ള ബോംബാക്രമണങ്ങളും അതുപോലെ തന്നെ അതിർത്തികളിലെ വെടിവെപ്പ് സംഘർഷങ്ങളുമൊക്കെയാണ്. എന്നാൽ ഉപരിതലത്തിൽ നടക്കുന്ന ഈ പോരാട്ടങ്ങളെക്കാൾ ഭയാനകമാണ് കടലിൻ്റെ അടിത്തട്ടിൽ നടക്കാൻ സാധ്യതയുള്ള അട്ടിമറി നീക്കങ്ങളെന്ന് പറയുന്നത്. ഏഷ്യയും അതോടൊപ്പം തന്നെ ആഫ്രിക്കയെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിസുപ്രധാനമായിട്ടുള്ള കണക്ടിവിറ്റി പോയിന്റുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ സംഘർഷ മേഖലയിലാണ്. സമുദ്രത്തിനടിയിലെ ഈ പാതയിലൂടെ ലോകത്തെ ഡാറ്റ ട്രാൻസ്മിഷൻ്റെ ഭൂരിഭാഗവും നടക്കുകയാണ്. സാങ്കേതിക വിദ്യയിൽ അതിവേഗം കുതിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ വികസ്വര രാജ്യങ്ങൾക്കും ഈ ശൃംഖലകൾ തകർന്നാൽ അവയുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിയാൽ പേർഷ്യൻ ഗൾഫ് മേഖല അതീവ സങ്കീർണമായ ഒരു കടൽ പാതയാണ്. ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പുറപ്പെടുന്ന പല ലോങ് റേഞ്ച് കേബിളുകളും അറബിക്കടൽ പിന്നിട്ട് ചെങ്കടലിലൂടെയും പേർഷ്യൻ ഗൾഫിലൂടെയും കടന്നാണ് മെഡിറ്ററേനിയൻ തീരത്തേക്ക് എത്തുന്നത്. അവിടെ നിന്ന് ഇവ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഡാറ്റ എത്തിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഡിജിറ്റൽ പാലമാണിത്. ഈ പാതയിൽ ഒരു ചെറിയ വിള്ളൽ ഉണ്ടായാൽ പോലും അത് ഇൻ്റർനെറ്റ് സ്പീഡിനെയും ഡാറ്റ ലഭ്യതയെയും സാരമായിട്ട് ബാധിക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ ഇറാൻ ഈ കേബിളുകളെ ലക്ഷ്യം വെച്ചാൽ അത് ലോകത്തിൻ്റെ തന്നെ ഒരു സ്തംഭനത്തിന് കാരണമായി മാറും. നമ്മളിന്ന് ജീവിക്കുന്നത് പൂർണ്ണമായിട്ടും ഇൻ്റർനെറ്റിനെ ആശ്രയിക്കുന്ന ഒരു ഡിജിറ്റൽ ലോകത്ത് തന്നെയാണ്. വ്യാപാരം, വ്യവസായം, അതോടൊപ്പം തന്നെ ബാങ്കിങ്, ഗതാഗതം തുടങ്ങി മനുഷ്യജീവിതത്തിൻ്റെ സകല മേഖലകളും വിവരസാങ്കേതിക വിദ്യയുമായിട്ട് കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ്. ഗൾഫ് മേഖലയിൽ മാത്രം ആയിരക്കണക്കിന് കൂറ്റൻ ഡാറ്റാ സെൻറ്ററുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ സെൻറ്ററുകളിലേക്ക് ഡാറ്റ എത്തുന്നതും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതും ഈ സമുദ്രാന്തര കേബിളുകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടായാൽ സൈനിക താവളങ്ങൾ തകർക്കപ്പെടുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള ആഘാതം ഈ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്നതാണ്. ഒരു ജനതയെ മുഴുവൻ നിശബ്ദമാക്കാനും ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും ഇത്തരം നീക്കങ്ങളിലൂടെ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ യമനിലെ ഹൂതികൾ ചെങ്കടലിലെ കേബിളുകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയത് നമ്മളെല്ലാവരും തന്നെ കേട്ടതാണ്. അത് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കുമുള്ള കണക്ടിവിറ്റിയെ എത്രത്തോളം ബാധിച്ചു വന്നത് ഒരു പാഠം തന്നെയാണ്. അന്ന് മനഃപൂർവ്വം വരുത്തി തീർത്ത നാശനഷ്ടങ്ങൾ ആഗോള ഡാറ്റാ സ്പീഡിൽ വലിയ കുറവുണ്ടാക്കി. ഒരു ചെറിയ വിഭാഗം വിമതർക്ക് ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഇറാൻ്റെ സൈന്യം ഇത്തരമൊരു നീക്കത്തിന് തുനിഞ്ഞാലോ അതുണ്ടാക്കുന്ന അവസ്ഥ അത് വലിയ ഭീകരമായിരിക്കും. ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ കേബിളുകളൊക്കെ കടലിനടിയിലൂടെ സ്ഥാപിക്കുന്നത്. എന്നാൽ ഇന്ന് ആ സുരക്ഷിതത്വം വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ മാറിയിരിക്കുകയാണ്. കരയിലൂടെ കേബിളുകൾ സ്ഥാപിക്കുമ്പോൾ അവയുണ്ടാകുന്ന രാഷ്ട്രീയ അസ്ഥിരതകളും അതോടൊപ്പം തന്നെ കുഴിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങളും ഇവയൊക്കെ കണക്കിലെടുത്താണ് പല രാജ്യങ്ങളും സമുദ്രപാത തിരഞ്ഞെടുക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ അനുസരിച്ച് സമുദ്രത്തിൻ്റെ അടിത്തട്ട് അത് മാനവരാശിയുടെ പൊതു സ്വത്താണ്. അപ്പോൾ അവിടെ സ്ഥാപിക്കുന്ന കേബിളുകൾക്ക് സുരക്ഷിതത്വം ലഭിക്കുമെന്ന് ഇതുവരെ എല്ലാവരും കരുതിയിരുന്നു. എന്നാലാകട്ടെ ആധുനിക യുദ്ധതന്ത്രങ്ങൾ ഈ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ചെങ്കടലിൽ മാത്രം 17ഓളം കൂറ്റൻ കേബിൾ ശൃംഖലകളാണ് നിലവിലുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വിച്ഛേദിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുത്തേക്കാം. ഈ കാലയളവിൽ ഉണ്ടാകുന്ന ആ ഒരു നഷ്ടം അത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ പോകുന്നതാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ അവർ ഇറാൻ്റെ വാർത്താവിനിമയ സംവിധാനങ്ങളെ തകർക്കാൻ പ്രധാനമായിട്ടും ഉപഗ്രഹ സംവിധാനങ്ങളെയും അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ജാമിങ്ങിനെയും ഒക്കെ തന്നെയാണ് കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. കടലിനടിയിലെ കേബിളുകൾ അറുത്തുമാറ്റുന്ന ഒരു തന്ത്രം അത് അമേരിക്കയോ ഇസ്രയേലോ ഉപയോഗിക്കാനായിട്ട് സാധ്യത കുറവാണ്. കാരണം അവരുടെ തന്നെ പല താല്പര്യങ്ങളും ഈ കേബിളുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതല്ല സ്ഥിതി. ഒരു അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ സമുദ്രത്തിനടിയിലെ കേബിളുകൾ നശിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഇതിനായി അവർക്ക് സമുദ്രത്തിനടിയിൽ മൈനുകൾ പ്ലാന്റ് ചെയ്യാനും അതുപോലെ സ്ഫോടനങ്ങൾ നടത്താനും ഒക്കെ തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ച മുങ്ങൽ വിദഗ്ധരും സബ്മറീനുകളും ഒക്കെ തന്നെ ഉണ്ട്.
പേർഷ്യൻ ഗൾഫ് മേഖലയ്ക്ക് നീളമുണ്ടെങ്കിലും വീതി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ പ്രദേശത്ത് വലിയ സ്ഫോടനങ്ങൾ നടത്തിയാൽ അത് കേബിൾ ശൃംഖലകളെ ഒന്നാകെ ബാധിക്കുന്നതാണ്. സമുദ്രത്തിനടിയിലെ സ്ഫോടനങ്ങൾ കേബിളുകളെ മുറിച്ചു മാറ്റുക മാത്രമല്ല, അവയുടെ ലൊക്കേഷൻ തന്നെ മാറ്റിമറിക്കാനായിട്ട് കാരണമാകും. അപ്പോൾ ഇത്തരം സ്ഫോടനങ്ങൾ നടന്നാൽ അത് പിന്നീട് പുനഃസ്ഥാപിക്കുക എന്നത് അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇറാൻ ഒരു യുദ്ധതന്ത്രം എന്ന നിലയിൽ ഉപരിതലത്തിലുള്ള എണ്ണപ്പാടങ്ങളെയോ വിമാനത്താവളങ്ങളെയോ ആക്രമിക്കുന്നതിനൊപ്പം തന്നെ ഈ ഭൂഗർഭ കേബിളുകളെയും ലക്ഷ്യം വെച്ചാൽ അത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരിക്കും ഉണ്ടാക്കുക. ഇറാൻ്റെ സബ്മറൈനുകളും ചാവേറുകളും ഇത്തരം കേബിളുകളെ ലക്ഷ്യം വെക്കുന്നത് ആഗോള വ്യാപാരത്തെയും അതുപോലെ തന്നെ എക്കോണമിയെല്ലാം തന്നെ താറുമാറാക്കും. ഇൻ്റർനെറ്റ് ലഭ്യമല്ലാതാകുന്നതോടെ ബാങ്കിങ് ട്രാൻസാക്ഷനുകൾ തടസ്സപ്പെടുകയും ഓഹരി വിപണികളൊക്കെ തന്നെ തകരുകയും ചെയ്യും. ഇത് കേവലം ഇറാനെയോ അമേരിക്കയോ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, മറിച്ച് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയും ഒക്കെ തന്നെ ഒരേപോലെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം വിവരങ്ങൾ കൈമാറാൻ സാധിക്കാതെ വരുന്നതോടുകൂടി ആധുനിക ലോകം നിശ്ചലമായി മാറും. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നൽകുന്ന സേവനങ്ങളും കയറ്റുമതിയും ഇറക്കുമതിയും എല്ലാം തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യാഘാതം അത് വളരെ വലുതായിരിക്കും. കേബിളുകൾക്ക് തകരാർ സംഭവിച്ചാൽ അവ നന്നാക്കാൻ പ്രത്യേകതരം കപ്പലുകളും ആവശ്യമായി വരും. ഈ കപ്പലുകളെ സംബന്ധിച്ച് അവയ്ക്ക് ഹോർമുസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. എന്നാൽ യുദ്ധസമയത്ത് ഇറാൻ ഈ പാത തടയുകയാണെങ്കിലോ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കപ്പലുകൾക്ക് അകത്തേക്ക് വരാനായിട്ട് സാധിക്കുകയുമില്ല. ഇത് പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റുന്നതാണ്. മുറിഞ്ഞ കേബിളുകൾ മാസങ്ങളോളം അതേപടി കിടക്കുകയും ഡാറ്റ കൈമാറ്റമൊക്കെ പൂർണ്ണമായിട്ടും നിലയ്ക്കുകയും ചെയ്യും. അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര സമ്മർദ്ദം ചെലുത്തിയാൽ പോലും യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇതൊരു ടെക്നോ വാർഫെയർ അഥവാ സാങ്കേതിക യുദ്ധത്തിൻ്റെ തുടക്കമായി വേണം കാണാനായിട്ട്. കാരണം വെറും ആയുധങ്ങൾ കൊണ്ട് മാത്രമുള്ള ഒരു പോരാട്ടമല്ല ഇന്ന് നടക്കുന്നത്, മറിച്ച് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള അടിത്തറ തകർക്കാനുള്ള ശ്രമങ്ങളാണ്. അമേരിക്കൻ ഡോളറിനെതിരെയുള്ള ഇറാൻ്റെ നീക്കങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. റഷ്യയും ചൈനയും ഇന്ത്യയും തങ്ങളുടെ പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താൻ ആലോചിക്കുമ്പോൾ ഡോളറിൻ്റെ ആധിപത്യം തകർക്കാൻ ഇറാൻ ഇത്തരം യുദ്ധതന്ത്രങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചേക്കാം. സാമ്പത്തികമായിട്ട് അമേരിക്കയെ ഞെരുക്കാൻ വിവരസാങ്കേതിക വിദ്യ തടസ്സപ്പെടുത്തുന്നത് ഒരുപക്ഷെ അവർക്കൊരു ആയുധമായി തന്നെ മാറും. ഇറാൻ അടുത്തിടെ പ്രഖ്യാപിച്ചത് തങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കില്ല എന്നതായിരുന്നു. അതായത് ചൈനീസ് യുവാനിലോ ഇന്ത്യൻ രൂപയിലോ വ്യാപാരം നടത്തുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്നും അവർ പറയുന്നു. എന്നാൽ കടലിനടിയിൽ മൈനുകളുള്ള സാഹചര്യത്തിൽ ഏതൊരു കപ്പലിനും സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. സ്ഫോടനങ്ങൾ നടന്നാൽ തീർച്ചയായിട്ടും അത് ഏത് കപ്പലിനെയും ബാധിക്കാം. അതുപോലെ തന്നെയാണ് ഈ കേബിളുകളുടെ അവസ്ഥയും. ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ ഡാറ്റ കേബിൾ മാത്രം തിരഞ്ഞെടുത്ത് നശിപ്പിക്കുക എന്നത് ഇവിടെ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ നടത്തുന്ന ഏതൊരു നീക്കവും അത് ലോകത്തിൻ്റെ മൊത്തം ഇൻ്റർനെറ്റ് സംവിധാനത്തെയും അപകടത്തിലാക്കി മാറ്റും. ഡിജിറ്റൽ ലോകത്തെ ഈ ഒരു ഭീഷണിയെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വ്യോമാക്രമണങ്ങളെയും സൈനിക നീക്കങ്ങളെയും ഒക്കെ തന്നെ കുറിച്ച് ആശങ്കപ്പെടുന്നവർ കടലിനടിയിലെ ഈ നിശബ്ദമായിട്ടുള്ള ഈ ഒരു വലിയ ഭീഷണിയെ കാണാതെ പോവുകയാണ്. ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലാവും കാര്യങ്ങളൊക്കെ തന്നെ നീങ്ങുക. അമേരിക്കയ്ക്കോ ഗൾഫ് രാജ്യങ്ങൾക്കോ സമുദ്രത്തിനടിയിലെ കേബിളുകൾക്ക് പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അത് ആഴങ്ങളിലേക്ക് പടർന്നാൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടാവും അടുത്ത യുദ്ധഭൂമിയായിട്ട് മാറുക. അവിടെ ആര് ജയിക്കും എന്നതിനേക്കാൾ ഉപരിയായിട്ട് വലിയ ചോദ്യം അത് ആര് അതിജീവിക്കുമെന്നതാണ്. സമ്പദ് വ്യവസ്ഥകൾ ഇന്ന് ഇൻ്റർനെറ്റുമായിട്ട് പൂർണ്ണമായും ലയിച്ചിരിക്കുകയാണ്. ബില്ലിങ്ങും ട്രേഡ് നെഗോഷിയേഷനും ഒക്കെ തന്നെ ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആകാശത്തു കൂടിയുള്ള സാറ്റലൈറ്റ് കണക്ഷനുകളെക്കാളൊക്കെ വളരെ വേഗതയും കൃത്യതയും നൽകുന്നത് ഈ സമുദ്രാന്തര കേബിളുകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷൻ ഇല്ലാതാകുന്നത് അത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കാനായിട്ട് പോകുന്നതാണ്. ചെങ്കടലിൽ ആരംഭിച്ച ഈ ടാർഗറ്റിംഗ് പേർഷ്യൻ ഗൾഫിലേക്ക് കൂടി വ്യാപിച്ചാൽ 3 വൻ കരകളുടെയും സംഗമഭൂമി നിശ്ചലമായി മാറും. അമേരിക്ക വരുത്തിവെച്ച വിപത്തായിട്ട് ലോകം ഇതിനെ വിലയിരുത്താനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ എന്തായാലും യുദ്ധവിരാമവും ചർച്ചകളും വഴി മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇനിയൊരു പരിഹാരം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സൈനികമായിട്ടുള്ള നീക്കങ്ങൾ ഒന്നിനും പരിഹാരമല്ല, മറിച്ച് അത് മാനവരാശി കെട്ടിപ്പടുത്ത നിരവധി നേട്ടങ്ങളെ തകർക്കുകയേ ചെയ്യുകയുള്ളൂ. കടലിനടിയിലെ ഡാറ്റ കേബിളുകൾ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ലോകത്തെ എല്ലാ വിവരങ്ങളും തടസ്സമില്ലാതെ കൈമാറാൻ സാധിക്കുന്ന, കാരണം ലോകം കണക്റ്റഡായിട്ടുള്ള സുഗമമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കേണ്ടത് ഇന്ന് ലോകക്രമത്തിൻ്റെ തന്നെ വലിയൊരു ആവശ്യമായി മാറിയിരിക്കുകയാണ്.